പ്രിയപ്പെട്ടവരെ, ഒരു കണക്ക് പറഞ്ഞു തുടങ്ങാം. 2023 കേരളത്തിലെ കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം 43,000. ഇതേ കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം 2024 ഡിസംബർ ആകുമ്പോഴത്തേക്ക് 2,18,000 വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്ത് എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഗവൺമെന്റും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. ഈ 2,18,000 ആളുകൾ മിനിമം ഒരാഴ്ചയിൽ 2-3 തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത്തരം ആളുകൾ ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നത് പലരുടെയും കാരുണ്യം കൊണ്ടും കേരളത്തിലെ ജനങ്ങളുടെ നല്ല മനസ്സും കൊണ്ടാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം 1000-ഓളം ഫ്രീ ആയി ഡയാലിസിസ് ചെയ്യുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇത്തരം സെന്ററുകൾ പ്രവർത്തിക്കുന്നത് മുഴുവനും സൗജന്യമായാണ്. എന്നാൽ ഇന്ന് ഇത്തരം സെന്ററുകൾ ഒരു അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടച്ചുപൂട്ടൽ ഭീഷണി ഉണ്ടാവുന്നത് പ്രധാനപ്പെട്ട് 5 കാരണങ്ങൾ കൊണ്ടാണ്. ഓരോ പ്രാദേശികപരമായും മാലിന്യം, കുടിവെള്ളം, പാർക്കിംഗ്, വർഗീയത, മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഇത്തരം വിഷയങ്ങൾക്കുടപ്പായി ഓരോ ഏരിയകളിലും പല സമരസമിതികൾ രൂപം കൊള്ളുകയും അവർക്ക് ഹൈക്കോടതിയിൽ അടക്കം കേസുകൾ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് സാമ്പത്തിക സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പൊ എന്റെ പ്രദേശമായ കരിയാട് ഡയാലിസ് സെന്റർ കഴിഞ്ഞ 4 വർഷത്തിന്റെ മുകളിലായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഡയാലിസ് സെന്റർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേപോലെ ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ സമരസമിതി ഉന്നയിക്കുന്നത് ഈ ഡയാലിസ് സെന്റർ കാരണം തൊട്ടടുത്ത വീടുകളിലെ കുടിവെള്ളം മാലിന്യമാവുന്നു എന്നുള്ളതാണ്, കുടിവെള്ളം ഉപയോഗശൂന്യമാവുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സെന്ററിൽ കേരളത്തിലെ എല്ലാ ആരോഗ്യ മേഖലകളിലെക്കാട്ടും ഏറ്റവും മികച്ച രീതിയിൽ ആദ്യഘട്ടത്തിൽ SPT ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞ് UF ട്രീറ്റ്മെന്റ്, അത് കഴിഞ്ഞ് RO പ്ലാന്റ്, ഈ 3 ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞിട്ടാണ് വെള്ളം സോഫ്റ്റ് ഫിറ്റിലോട്ടേക്ക് മാറ്റുന്നത്. ഇത്തരം പ്രവൃത്തി കേരളത്തിലെ ഒരു ഹോസ്പിറ്റലുകളിൽ പോലും നടക്കുന്നില്ല. പല സ്ഥലങ്ങളിലും 1-2 ടെക്നോളജി മാത്രമാണ്. ഞങ്ങൾ 3 ടെക്നോളജിയും യൂസ് ചെയ്തിട്ടാണ് വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഞങ്ങളുടെ സെന്ററിനെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ്. എന്നാൽ ഇത്തരം ടെക്നോളജി യൂസ് ചെയ്യാത്ത ഹോസ്പിറ്റലുകൾക്കെതിരെ എവിടെയും തന്നെ അവിടെ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരം ഒരു ആരോപണം വരുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠനം നടത്തുമ്പോഴാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ചില കണക്കുകളുമായി ചില ഗുണനം നടത്തേണ്ടി വരുന്നത്. കേരളത്തിലെ ഞാൻ പറഞ്ഞു 2,18,000 ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്. അവരിൽ ആഴ്ചയിൽ ആവറേജ് ഒരാൾ 3 തവണ ഡയാലിസിസ് നടക്കുകയാണെങ്കിൽ ഏകദേശം 72,000 ഡയാലിസിസ് ആണ് ഒരു ദിവസം നടക്കുന്നത്. സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഇത്തരം ഡയാലിസിസിന് വാങ്ങിക്കുന്ന ചാർജ് 2,000 മുതൽ 6,000 രൂപ വരെയാണ്. അങ്ങനെയാവുമ്പോൾ 72,000 × 2,000 എത്ര എമൗണ്ട് വരുന്നു? നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ ഡയാലിസിസ് കൊണ്ട് ഒരു വർഷം കേരളത്തിൽ നടക്കുന്നത്. അപ്പോ ഇത്തരം ഫ്രീ ആയിട്ട് സേവനം നടത്തുന്ന സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന് ആരൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ് പലയിടങ്ങളിലും പെട്ടെന്ന് തന്നെ സമരസമിതിക്കാർ രൂപം കൊള്ളുന്നത്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റല് മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനി വാങ്ങിച്ചത് 70% ഓഹരി വാങ്ങിച്ചത് 2,500 കോടി രൂപക്കാണ്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കാണുന്ന ഒരു ട്രെൻഡാണ് M&A. ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ മെർജ് ചെയ്ത് ഒരു ഗ്രൂപ്പിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയും ആ ഗ്രൂപ്പ് പിന്നീട് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ അക്വയർ ചെയ്യുന്നതുമായുള്ള M&A പ്രോസസ്സ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടിവെള്ളം മോശമായി എന്ന രീതിയിലൊക്കെ നിങ്ങൾ ആൾക്കാർ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടത്, നിങ്ങളുടെ തൊട്ടടുത്ത ഡയാലിസ് സെന്ററുകളിൽ ഏതൊക്കെ മെത്തേഡിലാണ് വെള്ള ശുദ്ധീകരണം നടക്കുന്നത് എന്ന കാര്യത്തിൽ നിങ്ങളൊരു പഠനം നടത്തണം. കണ്ണൂർ ജില്ലയിലെ കരിയാട് എന്ന പ്രദേശത്ത് ഇത്തരം ഒരു വിഷയം ഉണ്ടായപ്പോൾ ഇതുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കേരളത്തിന്റെ മറ്റു പല പ്രദേശങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബന്ധപ്പെടാത്ത പല ആൾക്കാർക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ അതേസമയം പൊതുജനങ്ങളുടെ കുടിവെള്ളത്തിന്റെയും മാലിന്യത്തിന്റെയും അവരുടെ ഭയാശങ്കകളെ മാറ്റിക്കൊണ്ട് പൊതുജനങ്ങൾ അണനിരത്തിക്കൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ തകർക്കാനുള്ള കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെ നമ്മൾ ഒന്നിച്ചു പോരാടണമെന്ന് അപേക്ഷിക്കുകയാണ്. സോ ഈ ചൂഷണത്തിനെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിലൂടെ നമ്മൾ രക്ഷിക്കുന്നത് ആയിരക്കണക്കിന് ജീവനുകളാണ്. എല്ലാവർക്കും തന്നെ 2 ദിവസം കൂടുമ്പോൾ 2,500 രൂപ കൊടുത്ത് ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ അനേകമായിരം ആളുകളുടെ ജീവന് തണലേകുന്ന ഈ ഒരു സിസ്റ്റത്തെ തകർക്കാനുള്ള പദ്ധതിക്കെതിരെ നാം എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആർക്കെങ്കിലുമുള്ള ആശങ്കകൾ ശാസ്ത്രീയപരമായ ഇടപെടൽ നടത്തി പരിഹരിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് എല്ലാ സെന്ററുകളും മുന്നോട്ട് പോകണമെന്ന് ഗവൺമെന്റിനോടും ഇതിൽ ഒരു ഇടപെടൽ നടത്തണമെന്നുള്ള അപേക്ഷ മുന്നിൽ വെക്കുകയാണ്.